ഹായ് സ്റ്റുഡൻസ്, അതുപോലെ +2 ബയോളജിയിലെ നമ്മൾ എടുത്തുപോയ പാർട്ട് 1 നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ തന്നെ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. അപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ NIOSൽ പഠിക്കുന്ന കുട്ടികളായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ ബയോളജിയിലെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ചാപ്റ്റർ 29 ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സം കോമൺ ഹ്യൂമൻ ഡിസീസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ പാർട്ട് 1 നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ പാർട്ട് 2 വലിയ പാഠമാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഫുൾ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് അതിന്റെ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഡിസീസ് എന്താണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതാണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എന്താണ് പാരാസിറ്റിസം, റിസർവോയിസ്, അതൊക്കെ ആരാണ്, അതൊക്കെ എന്താണ്, അതുമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ കുറച്ച് രോഗങ്ങൾ ചിക്കൻ ബോക്സ് ആയാലും അതിന്റെ എങ്ങനെയൊക്കെയാണ് അത് പകരുന്നത്, അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എങ്ങനെയാണ്, അതിന്റെ പാത്തോജൻ ആരൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ പോളിയോ അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു പോയിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈസി വേയിൽ അങ്ങനെ പഠിച്ചു വെക്കാനായിട്ട് സാധിക്കും. കാരണം ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡും അതുപോലെ തന്നെ എത്രയാണ് കാലയളവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ കുറച്ച് എങ്ങനെയാണ് വേണമെന്ന് വെച്ച് പഠിച്ചാൽ മാത്രം തന്നെ മനസ്സിലാകുള്ളൂ. അപ്പോൾ നമുക്കിനി വൈകിപ്പിക്കേണ്ട, ക്ലാസ്സിലോട്ട് പോകാം. അതുപോലെ പറയുന്ന പോലെ എന്താണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ എന്താണ് നോട്ടും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നോട്ട് കൂടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. താല്പര്യമുള്ളവർക്ക് നോട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അല്ല, നോട്ടില്ല, ടെക്സ്റ്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വോയിസ് മാത്രം കേൾക്കുക, ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ നമുക്ക് ഇന്നും 5 ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ സം ഹ്യൂമൻ കോമൺ ഡിസീസ് എന്ന് പറഞ്ഞ പാഠത്തിൽ നമ്മൾ നോക്കുന്നത് റാബിസ് എന്താണ്. റാബിസ് നമുക്ക് എല്ലാവർക്കും അറിയാം, പേവിഷബാധ അല്ലെ. റാബിസും അതുപോലെ തന്നെ അതിന്റെ സിംറ്റംസ് നോക്കുന്നുണ്ട്. ഡയബറ്റീസ് നോക്കുന്നുണ്ട്. ഡയബറ്റീസ് എങ്ങനെയാണ്, ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സിംറ്റംസ് നോക്കുന്നുണ്ട്. ഡയബറ്റീസിന്റെ സിംറ്റംസ്, HIV നോക്കുന്നുണ്ട്. HIV എങ്ങനെയൊക്കെയാണ് പകരുന്നത് അല്ലെ, അതെങ്ങനെയാ പകരുന്നത്. അതുപോലെ തന്നെ ഗൊണോറോഗിയ അല്ലെ, ഗൊണോറോഗിയ എന്ന് പറയുന്ന ഒരു രോഗമാണ്. അപ്പൊ ആ രോഗം എന്താണ്, അതുപോലെ തന്നെ അതിന്റെ സിംറ്റംസ് നോക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഫിലാറിസിസ്, ഫൈലാറിസിസ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ള ആ രോഗങ്ങളും അതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ ക്ലാസ്സിലോട് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ റാബീസ് റീച്ചസ് ബ്രെയിൻ, വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് റാബീസ്. പാത്തോജൻ റാബീസ് വൈറസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ബൈറ്റ് ബൈ എ റാപ്പിഡ് ഡോഗ്, 10 days incubation period, 1-3 months depending upon the distance of bite from central nervous system, that is the brain or spinal cord. Symptoms: severe headache and high fever, painful contraction of muscles of throat and chest pain, choking and fear of water leading to death. Prevention and cure: compulsory immunization of dog. Second one, killing of rabid animals. Third one, anti-rabies injection or oral doses are given to the person bitten by a rabid animals. വായിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ മനസ്സിലാക്കി കാണും. നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം നോക്കുന്നത് 6th ക്വസ്റ്റ്യൻ ആയിട്ട്, നമ്മൾ 5 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി നോക്കി. ഇന്നത്തെ 6th ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. അതായത് ഇന്നത്തെ 6th ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. എങ്ങനെയൊക്കെയാണ് റാബിസ് അല്ലെങ്കിൽ എന്താണ് പേവിഷബാധ, എങ്ങനെയാണ് പാത്തോജൻ എന്ന് പറയുന്നത് ആരാണ്, രോഗകാരി എന്ന് പറയുന്നത് റാബിസ് വൈറസ് ആണ്. ആ വൈറസിന്റെ പേര് റാബിസ് വൈറസ് എന്നാണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ബൈറ്റ് ബൈ എ റാബിഡ് ഡോഗ്. പേവിഷബാധയുള്ള ഒരു നായ കടിച്ചാൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, പേവിഷം അല്ലെങ്കിൽ റാബിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്, ആ രോഗിയെ നമ്മൾ വീക്ഷിക്കേണ്ട അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ട കാലയളവ് എന്ന് പറയുന്നത് 10 days, 10 ദിവസമാണ്. 10 days to എന്താണ് 1-3 months, 10 ദിവസവും അല്ലെങ്കിൽ എന്താണ് 3 months വരെ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡിലാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസ്റ്റൻസ് ഓഫ് ബൈറ്റ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് അത് എങ്ങനെയാണ് ആ പേഷ്യന്റിനെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നത് പോലെയും ഒക്കെയാണ്, ആ കടിച്ച ആ ദൂരവും നെർവസ് സിസ്റ്റം ബാധിക്കുന്നത് പോലെയാണ് എന്തെന്ന് പറയുന്നത് സ്പൈനൽ കോഡ് വഴിയാണ്. ദാറ്റ് ഈസ് ദ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ് വ്യാപിക്കുന്നുണ്ടോ നോക്കിയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് മനസ്സിലാക്കുന്നത്. സിംറ്റംസ് എങ്ങനെയൊക്കെയാണ്, ഈ പട്ടി കടിച്ച വ്യക്തിക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകാം, എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്. സെവർ ഹെഡേക്ക് ആൻഡ് ഹൈ ഫീവർ, നല്ല തലവേദനയും അതുപോലെ തന്നെ കഠിനമായ ടെമ്പറേച്ചറും ഉണ്ടാകാം, പനിയും ഉണ്ടാകാം. പിന്നെ പെയിൻഫുൾ കോൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഓഫ് ത്രോട്ട്, ചെസ്റ്റ്,
മസിൽസ് എല്ലാം ഭയങ്കര പെയിൻഫുൾ ആയി മാറും. പെയിൻഫുൾ, വേദനാജനകമായ അവസ്ഥയുണ്ടാകും. കോൺട്രാക്ഷൻ, വലിവ്, പേശി വലിവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ്? ത്രോട്ട്, ചെസ്റ്റ്, തൊണ്ടയും അതുപോലെ തന്നെ ചെസ്റ്റ് അല്ലെ, ആ നെഞ്ചു ഭാഗത്തൊക്കെ എന്ന് തോന്നുന്നു ഒരു പേശി വലിവ്, കോൺട്രാക്ഷൻ നമുക്ക് അനുഭവപ്പെടും മസിൽസ് തമ്മിൽ. തേർഡ് വൺ, ചോക്കിംഗ് ആൻഡ് ഫിയർ ഓർ വാട്ടർ ലീഡിങ് ടു ഡെത്ത്. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസം മുട്ടൽ. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടലാണ്. പിന്നെ അത് മാത്രമല്ല, പേഷ്യന്റിന് വെള്ളത്തോട് എന്തായിരിക്കാം? ഒരു പേടിയായിരിക്കാം അല്ലെ, വെള്ളം കാണുമ്പോൾ ഒരു മരണഭയമായിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഇത് എന്താണ്? ഒരു സിംറ്റംസ് ആണ്. അപ്പൊ ഒരു പേവിഷബാധ ഉണ്ടായ ഒരു പേഴ്സണിന് ഉണ്ടാകുന്ന എങ്ങനെയൊക്കെയാണ്? തലവേദന ഉണ്ടാകാം, ഹൈ ആയിട്ടുള്ള എന്തുണ്ടാകാം? പനി, ബോഡി ടെമ്പറേച്ചർ ഉണ്ടാകാം, കോൺട്രാക്ഷൻ ഓഫ് മസിൽസ് തമ്മിൽ എന്തുണ്ടാകുന്നു? ഒരു കോൺട്രാക്ഷൻ ഉണ്ടാകുന്നു. ചോക്കിംഗ് ആൻഡ് ഫിയർ, ശ്വാസം മുട്ടും അതുപോലെ തന്നെ പേടിയും. എന്തിനോട്? വെള്ളത്തോടുള്ള അമിതമായ പേടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പേഷ്യന്റിന് ഉണ്ടാകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി പ്രിവെൻഷൻ ആൻഡ് ക്യൂർ, എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എതിർക്കാം, അല്ലെങ്കിൽ നമുക്ക് തടയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പൽസറി ഇമ്മ്യൂണൈസേഷൻ ഓഫ് ഡോഗിന് എന്ത് കൊടുക്കുക? പ്രതിരോധ കുത്തിവയ്പ് നൽകണം. നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായക്കെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? പ്രതിരോധ കുത്തിവയ്പ് കൊടുക്കണം. ഇമ്മ്യൂണൈസേഷൻ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം. ആ നായുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ നായുമായിട്ട് നമ്മൾ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ നായുമായിട്ട് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈമിലൊക്കെ അതുമായിട്ടുള്ള എന്താണ് അങ്ങനെ നമ്മളൊരു കുത്തിവയ്പ് നൽകിയില്ല എങ്കിൽ ആ നായ്ക്ക് ചൂട് കാലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും വൈറസും കാര്യങ്ങളും ആ നായ്ക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായാൽ അത് നമ്മളിലേക്ക് എന്ത് ചെയ്യും? പകരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് കമ്പൽസറി ആയിട്ട് നമ്മള് വളരെ നിർബന്ധമായിട്ടും എന്ത് കൊടുത്തിരിക്കുക? നായക്ക് ഇമ്മ്യൂണൈസേഷൻ എന്ത് ചെയ്യുക? കൊടുത്തിരിക്കുക. ഇനി സെക്കൻഡ് വൺ, കില്ലിംഗ് ഓഫ് റാബിഡ് ആനിമൽസ്. നമുക്കറിയാം വന്യജീവികളെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ മൃഗങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെ നമ്മൾ വാഗ്വാദങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള നമുക്ക് രോഗം പരത്തുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പരത്തുന്ന രോഗകാരികൾ അല്ലെങ്കിൽ പരത്തുന്ന ജീവികളാണെങ്കിൽ നമുക്ക് അവയെ എന്ത് ചെയ്യാം? കൊല്ലാം എന്നാണ് പറയുന്നത്. കില്ലിംഗ് ഓഫ് റാപ്പിഡ് ആനിമൽസ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഈ റാബിഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ആനിമൽസിന്, അതായത് പേവിഷബാധയുള്ള ആനിമൽസിന് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? കൊല്ലാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മുൻതൂക്കം കൊടുക്കുക എന്നാണ്. അതായത് നമ്മൾ ആ സമയത്ത് മൃഗസംരക്ഷണം എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാനായിട്ട് പാടില്ല. കാരണം നമുക്ക് മൃഗങ്ങളെ ഇഷ്ടമാണ്, അവയെ സംരക്ഷിക്കണം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ഇങ്ങനെ പരത്തുന്ന ഒരു ഡോഗ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ജീവിയാണെങ്കിലോ മറ്റുള്ളവർക്ക് ഹാനികരമാകുന്നുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യുക? കില്ല് ചെയ്യുക എന്നാണ് പറയുന്നത്. കില്ലിംഗ് എന്ന് പറഞ്ഞാൽ കൊന്ന് കളയുക. തേർഡ് വൺ എന്താണ്? ആന്റി റാബീസ് ഇഞ്ചക്ഷൻ ഓർ ഓറൽ ഡോസ് ആർ ഗിവൺ ടു ദ പേഴ്സൺ ബൈറ്റൻ ബൈ റാപ്പിഡ് ആനിമൽസ്. അത് മാത്രമല്ല, ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യുക? കടിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ നായ കടിയേറ്റ വ്യക്തിക്ക് എന്ത് കൊടുക്കണം? ആന്റി റാബിസും, അതായത് വെനത്തിനുള്ള നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണം. നമുക്കറിയാം ഒരു 6 ഇഞ്ചക്ഷനോളം നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. എൻ്റെ ഒരു അറിവിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഒരു കാലയളവിനുള്ളിൽ എന്ത് കൊടുക്കുന്നു? ഓറൽ ഡോസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അതായത് പ്രത്യേകിച്ച് തന്നെ എന്ത് കൊടുക്കുക? ആ വ്യക്തിക്ക് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ് നായ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് കൊടുത്തതുപോലെ തന്നെ പേഴ്സൺ എന്ത് കൊടുക്കണം? കുത്തിവയ്പ് അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ടി നമ്മൾ ഇഞ്ചക്ഷൻ എന്ത് ചെയ്യുക? കൊടുക്കണം. അതായത് അതുകൊണ്ടാണ് പട്ടി കടിച്ച ഉടൻ തന്നെ എവിടെ എത്തിക്കാൻ പറയുന്നത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞത്. ചെറിയ കുട്ടിയായാലും വലിയ ആളായാലും പട്ടിയോ പൂച്ചയോ മാന്തിക്കഴിഞ്ഞാൽ, എലി അതും എന്താണ്? വെനമുള്ളതാണ്. അപ്പൊ പട്ടി, പൂച്ച, എലി ഇങ്ങനെയുള്ള മിക്ക ജീവജാലങ്ങളും നമ്മളെ ശരീരത്തിലോട്ട് നമുക്ക് കടിക്കുകയോ മാന്തുകയോ അതിന്റെ നഖങ്ങൾ പറ്റുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യാനുള്ളത്? നമ്മൾ ഓടിപ്പോയി എന്തെടുക്കുക? ഇഞ്ചക്ഷൻ എടുക്കുക. മനസ്സിലായോ? അത് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പക്ഷെ ഒരു തരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്കത് പകരാതെ ഇരിക്കാനായിട്ട്, നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ റാബീസ് റീച്ചസ് ബ്രെയിൻ? വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് റാബീസ്? എന്തൊക്കെയാണ് റാബീസിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്? ചോക്കിംഗ് ഉണ്ടാകാം, ഹെഡേക്ക്, ഫീവർ, പിന്നെ എന്താണ്? മസിൽസ് കോൺട്രാക്ഷൻ അല്ലെ, മസിൽസ് തമ്മിലുള്ള ഒരു പേശി വലിവുണ്ടാകാം. ഇതെല്ലാം നമുക്കുണ്ടാകുന്ന സിംറ്റംസ് ആണ്. എങ്ങനെയാ പ്രിവെന്റ് ചെയ്യുന്നത്? കമ്പൽസറി ഇമ്മ്യൂണൈസേഷൻ ഓഫ് ഡോഗിന് എന്ത് കൊടുക്കുക? പ്രതിരോധം കൊടുക്കുക. പിന്നെ എന്താണ്? കില്ല് ചെയ്യുക. ഡോഗിനെ എന്ത് ചെയ്യുക? അല്ലെ ഡോഗോ അതുപോലെ തന്നെ റാറ്റോ ഇങ്ങനെയുള്ള മറ്റു ജീവജാലങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യുക? കൊന്ന് കളയുക, കില്ല് ചെയ്യുക. ഇനി ആന്റി റാബീസ് ഇഞ്ചക്ഷൻ ഓർ ഓറൽ ഡോസ് ഗിവൻ ദ പേഴ്സൺ. അടി കൊണ്ട വ്യക്തിക്ക് എന്ത് കൊടുക്കുക? ഓറൽ ഡോസസും അത് മാത്രമല്ല ഇഞ്ചക്ഷനും എന്ത് ചെയ്യുക? കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഈസ് ഡയബറ്റിസ് കാൾഡ് ഹെറിഡിറ്ററി ഡിസീസ്? എന്തുകൊണ്ടാണ്
പ്രമേഹത്തെ ഹെറിഡിറ്ററി എന്ന് പറയുന്നത് എന്താണ്, പാരമ്പര്യം ഉള്ള ഡിസീസ് അല്ലെങ്കിൽ എന്താ രോഗം എന്ന് പറയാനായിട്ട് കാരണം. അപ്പൊ ഇംഗ്ലീഷിലുള്ളവർ ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ആ നോട്ട് വേണം, മലയാളത്തിൽ വേണ്ട എന്നുള്ളവർക്ക് ശ്രദ്ധിച്ചിരിക്കുക. ഡയബറ്റീസ് മെലിറ്റസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കോസസ് ലെസ് സെക്രിയേഷൻ ഓഫ് ഇൻസുലിൻ ഹോർമോൺ ഫ്രം ദ പാൻക്രിയാസ്. മെന്റൽ സ്ട്രെസ് ത്രൂ ഹെറിഡിറ്ററി ഫ്രം പാരന്റ്സ് ടു ചിൽഡ്രൻ. Symptoms: more glucose in blood, excessive and frequent passing of urine, feeling thirsty and hungry frequently, reduced healing capacity of injury, general weakness of the body. In extreme cases, diabetic coma can take place, making the patient unconscious. Prevention of cure: control the excessive weight of the body. A regulated and controlled diet is to be taken. The food should not contain sugar and much carbohydrate. Injection of insulin before meals if required, only a doctor prescription. Diabetes is considered a hereditary disease because specific genes inherited from parents can significantly increase subsequently developing both type 1, type 2 diabetes. Type 2 diabetes risk. Genetic factors heavily influence type 2 diabetes. If one parent has, there is a 40% risk which increases to both parents have it. Type 1 diabetes risk. While often autoimmune, type 1 has a genetic components involving genes that affect the immune system. A parent or sibling with the condition increase the risk. നിർത്തി വായിച്ചപ്പോൾ തന്നെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായി അല്ലെ? എന്താണ് നമ്മൾ പറയുന്നത്? ഡയബറ്റീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഹെറിഡിറ്ററി ഡയബറ്റീസ് അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്? എങ്ങനെയാണ്? ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് അല്ലെ? അതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്? ഒരു സൊസൈറ്റിയെ മൊത്തം ബാധിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, അത് എന്താണ്? ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഓർത്തു വെക്കുക, ഡയബറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. എങ്ങനെയാണ് പറയുന്നത്? ലെസ് സെക്രീഷൻ ഓഫ് ഇൻസുലിൻ ഹോർമോൺ ഫ്രം ദ പാൻക്രിയാസ്. പാൻക്രിയാസിലുള്ള ഇൻസുലിൻ ഹോർമോണിന്റെ എന്താണ് അളവ് എന്താണ്? വളരെ കുറവാണ്, ലെസ് ആണ്. ലെസ് എന്ന് പറയുന്നത് എന്താണ്? കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ലെസ് സെക്രീഷൻ ഇൻസുലിൻ ഹോർമോൺ ഫ്രം ദ പാൻക്രിയാസ്. മെന്റൽ സ്ട്രെസ്, മാനസികപരമായിട്ടുള്ള സമ്മർദ്ദം. മെന്റൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഡയബറ്റീസിന്റെ കോസസ് എന്ന് പറയുന്നത്. ഇനി ത്രൂ ഹെറിഡിറ്ററി ഫ്രം പാരന്റ് ടു ചിൽഡ്രൻ. പാരന്റിന് എന്തുണ്ട്? അസുഖമുണ്ട് എങ്കിൽ അത് ആർക്കൂടെ പകരും? ചിൽഡ്രനും പകരും. മനസ്സിലാവുന്നുണ്ട്? പാരന്റിനുണ്ടെങ്കിൽ ചിൽഡ്രനും കൂടെ എന്ത് ചെയ്തു? പകരും എന്നാണ് ഡയബറ്റീസിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ 3 കാര്യം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ലെസ് സെക്രീഷൻ ഓഫ് ഇൻസുലിൻ ഹോർമോൺ ഫ്രം ദ പാൻക്രിയാസ് അല്ലെ? പിന്നെ മെന്റൽ സ്ട്രെസ് ത്രൂ ഹെറിഡിറ്ററി ഫ്രം പാരന്റ്സ് ടു ചിൽഡ്രൻ. ഇനി എന്തൊക്കെയാണ് സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സിംറ്റംസ് എന്ന് പറയുന്നത്? മോർ ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. എന്താണ് ബ്ലഡിൽ എന്താണ് അമിതമായ എന്തുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട് അല്ലെ? മിതമായ ഗ്ലൂക്കോസ് ഉള്ളത് കൊണ്ടല്ലേ ഡയബറ്റീസ് എന്ന് പറയുന്നത്, പ്രമേഹം എന്ന് പറയാൻ കാരണം. മോർ ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. പിന്നെ എന്താണ്? എക്സസീവ് ആൻഡ് ഫ്രീക്വന്റ് പാസിംഗ് ഓഫ് യൂറിൻ. ഇടയ്ക്കിടയ്ക്ക് പേഷ്യന്റിന് എന്ത് ചെയ്യാൻ തോന്നും? മൂത്രമൊഴിക്കാനായിട്ട് തോന്നും. യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി വന്നുകൊണ്ടേയിരിക്കും. അത് എന്തിന്റെ അങ്ങനെ ഒരു നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എന്തുണ്ട്? ഷുഗറിന്റെ അളവ് കൂടുതലാണ്, അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഡോക്ടർമാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട്, വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടോ എപ്പോഴും? തൊണ്ട എന്താണ് വരളുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നു എങ്കിൽ നമ്മളോട് പറയാൻ ടെസ്റ്റ് ചെയ്തിട്ട് വാ അല്ലെ? ഫാസ്റ്റിങ്ങിന് മുമ്പും ഫാസ്റ്റിങ്ങിന് ശേഷവും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറയുന്നതിന്റെ കാരണം എന്താണ്? എന്ത് ടെസ്റ്റ് ചെയ്യാനാണ്? ഷുഗർ ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ എന്താണ്? എക്സസിവ് ആൻഡ് ഫ്രീക്വന്റ് പാസിംഗ് ഓഫ് യൂറിൻ ഒഴിക്കാനായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കാം. ഫീലിംഗ് തേഴ്സ്റ്റി ആൻഡ് ഹംഗ്രി ഫ്രീക്വന്റ്ലി. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാൻ തോന്നും? വെള്ളം കുടിക്കാനും തോന്നും. അത് മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള വിശപ്പ് അനുഭൂതി. ഇപ്പൊ ഫുഡ് കഴിച്ചതേ ഉള്ളൂ, പക്ഷെ എന്നാൽ വളരെ പെട്ടെന്ന് ഞാൻ എന്ത് തോന്നും? അത് ഡൈജസ്റ്റ് ആവുകയും ദഹിക്കുന്നതും അതുപോലെ പെട്ടെന്ന് വിശക്കുന്നതായിട്ടും ഒരു ഫീല് നമുക്ക് തോന്നും. അതാണ് ഫീലിംഗ് തേഴ്സ്റ്റി ആൻഡ് ഹംഗ്രി ഫ്രീക്വന്റ്ലി എന്ന് പറയുന്നത്. ഇനി റെഡ്യൂസ്ഡ് ഹീലിംഗ് കപ്പാസിറ്റി ഓഫ് ഇഞ്ചുറി. നമുക്കറിയാം ഷുഗർ ഉണ്ടോ? ഏതെങ്കിലും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ചില ഡോക്ടർമാർ ചോദിക്കും ഷുഗർ ഉണ്ടോ? അതിന്റെ അർത്ഥം എന്താണ്? ഷുഗർ ഉള്ളവർക്ക് മുറിവ് ഉണങ്ങാനായിട്ട് അല്ലെങ്കിൽ അത് ഹീലാകാനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കും. ചിലപ്പോൾ ചില കേസുകളിൽ അത് എന്ത് ചെയ്തില്ല എന്ന് വരും, ഉണങ്ങി അല്ലെങ്കിൽ മുറിവ് എന്ത് ചെയ്തില്ല, ഹീലാകാതെയും എന്ത് ചെയ്യും, ഇരിക്കും. വ്രണമായിട്ട് തന്നെ അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ പുണ്ണുകളായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടെങ്കിൽ അത്
അത് കരിഞ്ഞു വരാനായിട്ട് അല്ലെങ്കിൽ അത് ഹീലാകാനായിട്ട് വളരെ വളരെ എന്തെടുക്കും, സമയം എടുക്കും. അതാ പറയുന്നത് എന്താണ്, റിഡ്യൂസിങ് ഹീലിംഗ് കപ്പാസിറ്റി ഓഫ് ഇഞ്ചുറി. എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഉണങ്ങി വരാനായിട്ട് ഒരുപാട് സമയം എന്ത് ചെയ്യും, എടുക്കും. ഇനി ജനറൽ വീക്ക്നെസ് ഓഫ് ദ ബോഡി, ബോഡിക്ക് വളരെ എന്ത് തോന്നും, വീക്ക്നെസ്. വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ എന്താണ്, തളർന്നു പോകുന്ന പോലെയും ക്ഷീണിച്ചു പോകുന്നത് പോലെയൊക്കെ തോന്നും. അതാണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. വളരെ എപ്പോഴും ഒരു എന്താണ്, ക്ഷീണം, കിടക്കണം, അങ്ങനെയുള്ള ഒരു തോട്ട് തോന്നും. എന്തിന്റെ പ്രത്യേകതയാണ്, ഡയബറ്റീസിന്റെ പ്രത്യേകതയാണ്, പ്രമേഹത്തിന്റെ പ്രത്യേകതയാണ്. ഇനി എക്സ്ട്രീം കേസ് ഡയബറ്റിക് കോമ ക്യാൻ ടേക്ക് പ്ലേസ് മേക്കിംഗ് ദ പേഷ്യന്റ് അൺകോൺഷ്യസ്. ചില കേസുകളിൽ പേഷ്യന്റ് എന്തിലോട്ട് മാറാം, കോമയിലോട്ടോ അൺകോൺഷ്യസ് ആയിട്ടൊക്കെ മാറാനായിട്ട് സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത്. ചില കേസുകളിൽ, അല്ലെങ്കിൽ എല്ലാ കേസുകളും എന്നല്ല, ഇപ്പൊ ഒരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ 8 പേർക്ക് എന്തുണ്ട്, ഷുഗർ ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും എന്നല്ല, ചില കേസുകളിൽ, ചില എക്സ്ട്രീം കേസസുകളിൽ എന്തുണ്ടാകുന്നു, കോമയും അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആകാനായിട്ട് ശ്രമം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെയും ചിലപ്പോൾ എന്ത് ചെയ്യാൻ വരാം. ഇനി ഈ ഡയബറ്റീസിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, എങ്ങനെയാണ് ഒരു അസുഖം വന്നുപോയി, അപ്പൊ അസുഖത്തെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കൺട്രോൾ ദ എക്സസീവ് വെയിറ്റ് ഓഫ് ദ ബോഡി, അല്ലെ? എന്ത് ചെയ്യുക, വെയിറ്റിനെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യണം. വളരെ അമിതമായി എന്തുണ്ട്, വെയിറ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കുക. ഇനി റെഗുലേറ്റഡ് ആൻഡ് കൺട്രോൾ ഡയറ്റ് ഈസ് വി ടു ടേക്കൺ. ഒരു കൺട്രോൾ ചെയ്തിട്ട് ഒരു ഡയറ്റ് ഒക്കെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക, നല്ലൊരു ഡയറ്റ് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അല്ലെങ്കിൽ ആഹാരം ഭയങ്കരമായിട്ട് ഒരുപാട് കഴിക്കാതെ ആവശ്യമുള്ള മാത്രം എന്ത് ചെയ്യുക, ഹെൽത്തി ഫുഡ്സ് കഴിക്കുക, അല്ലെ? പേസ്ട്രി, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഹെൽത്തി ഫുഡ്സ് എന്ത് ചെയ്യുക, കഴിക്കുക. അതിനാണ് കംപ്ലീറ്റ് ഒരു ഡയറ്റ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി അടുത്ത, ഫുഡ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ ഷുഗർ ആൻഡ് മച്ച് കാർബോഹൈഡ്രേറ്റ്. ഫുഡിൽ എന്ത് ചെയ്യുക, നല്ല എന്താണ്, ഷുഗറും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ഉണ്ട് എങ്കിൽ അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഷുഗറും അതുപോലെ കാർബോഹൈഡ്രേറ്റും എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. മാക്സിമം ഷുഗർ എന്ത് ചെയ്യുക, കപ്പയിലൊക്കെ നല്ല ഷുഗറിന്റെ അംശം. അതുകൊണ്ടാണ് ഈ ഷുഗർ പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ എന്ത് പറയും, ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും എന്ത് ചെയ്യണ്ട, കഴിക്കണ്ട എന്ന് പറയുന്നതിന്റെ കാരണം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഷുഗർ കൺട്രോളുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, കഴിക്കാതെ ശ്രദ്ധിക്കുക. ഇനി ഇഞ്ചക്ഷൻ ഓഫ് ഇൻസുലിൻ ബിഫോർ മീൽസ് ഓഫ് റിക്വയർഡ്. ആഹാരത്തിന് മുമ്പ് എന്തെടുക്കണം, ഇൻസുലിൻ എടുക്കണം. അത് എങ്ങനെ എടുക്കണം, തനി എടുക്കാൻ പാടുണ്ടോ, ഇല്ല. ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിട്ട് മാത്രമാണ് എന്തെടുക്കാനുള്ള, ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്താൽ മാത്രം എന്ത് സ്റ്റാർട്ട് ചെയ്യുക, ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇഞ്ചക്ഷൻ ഓഫ് ഇൻസുലിൻ ബിഫോർ മീൽസ്, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എന്തെടുക്കുക, നമ്മുടെ ആഹാരത്തിന് മുമ്പ് എന്തെടുക്കണം, നല്ല ഇൻസുലിൻ എന്ത് ചെയ്യുക, എടുക്കുക. നല്ല ഇൻസുലിൻ എന്നല്ല, ഇൻസുലിൻ എന്ത് ചെയ്യുക, എടുക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ഷുഗർ ഒരു വിധമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഇനി ഡയബറ്റീസ് ഈസ് കൺസിഡർ എ ഹെറിഡിറ്ററി ഡിസീസ്. ചില സമയങ്ങളിൽ ഡയബറ്റീസിനെ എന്താക്കി മാറ്റുന്നുണ്ട്, നമ്മള് ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്, പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖമാക്കി മാറ്റുന്നുണ്ട്. ചിലപ്പോൾ കണ്ടിട്ടില്ല, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, അതുപോലെ തന്നെ എന്താണ്, സഹോദരൻ ഉണ്ടെങ്കിൽ സഹോദരിക്ക് എന്തുണ്ടാകും, ഷുഗർ ഉണ്ടാകും, അച്ഛനുണ്ടെങ്കിൽ മക്കൾക്ക് ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉള്ളതുപോലെ ഡയബറ്റീസ് ഈസ് കൺസിഡർ എ ഹെറിഡിറ്ററി ഡിസീസ്. ഡയബറ്റീസ് എന്തായിട്ട് മാറുന്നു, ഒരു ഹെറിഡിറ്ററി പാരമ്പര്യ അസുഖമായിട്ട് മാറുന്നു. Because specific genes inherited from parents can significantly increase susceptibility developing both type 1 and type 2 diabetes. ഈ ഡയബറ്റീസ് തന്നെ എന്തായിട്ട് തിരിക്കുന്നുണ്ട്, 2 തരത്തിലുള്ള ഡയബറ്റീസ് തിരിക്കുന്നുണ്ട്. ടൈപ്പ് 1 ആയിട്ടും ടൈപ്പ് 2 ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡയബറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, തിരിക്കുന്നുണ്ട്. അപ്പൊ ഡയബറ്റീസിനെ എത്ര തിരിക്കുന്നുണ്ട്, 2 ആയിട്ട്. ഡയബറ്റീസിനെ എന്തൊക്കെയാണ്, ടൈപ്പ് 1 ആയിട്ടും ടൈപ്പ് 2 ആയിട്ട്. ഇത് ടൈപ്പ് 2 എങ്ങനെയാണ്, ടൈപ്പ് 1 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ എന്താണ്, ജനറ്റിക് ഫാക്ടേഴ്സ് ഹെവൻലി ഇൻഫ്ലുവൻസ്. അതായത് നമ്മൾ ജനറ്റിക് ആയിട്ടുള്ള ജനിതകപരമായ കാര്യങ്ങൾ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡയബറ്റീനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഇതില് ഇഫ് വൺ പാരന്റ് ഹാസ് there is a 47, ഒരു പാരന്റ്സിന് 40% ഉണ്ട് എങ്കിൽ 40%-ഓളം എന്ത് ചെയ്യാം, പാരന്റ്സിന് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വരാനായിട്ട് ചാൻസ് കൂടുതലെന്നാണ് പറയുന്നത്. മനസ്സിലായോ? പാരന്റ്സിനുണ്ടെങ്കിൽ ആർക്കും വരാന്നാണ്, കുട്ടികൾക്കും എന്തുണ്ടാകാം, ഡയബറ്റീസ് ഉണ്ടാകും. ഡയബറ്റീസിന് ഇത്ര കാലം, ഇത്ര വയസ്സൊന്നുമില്ല. ചെറിയ ബേബീസിന് എന്തുണ്ടാകുന്നുണ്ട്, ഡയബറ്റീസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, 1 വയസ്സായ കുഞ്ഞിന്, അതല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഷുഗർ കണ്ടന്റ് ഉണ്ട്, ഷുഗർ അളവ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ എന്താ പറയുന്നത്, നമ്മുടെ പാരന്റ്സിന് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്ത് നമുക്ക് വരാമെന്നാണ് പറയുന്നത്, ഷുഗർ ചിലപ്പോ നമുക്കൊരു ഹെറിഡിറ്ററി ഡിസീസ് ആയിട്ട് മാറാം. ഇനി ടൈപ്പ് 1 ഡയബറ്റീസ് റിസ്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്, autoimmune type 1 has a genetic components involving gus dot affect the immune system. A parent or sibling with the condition increase the risk. അതായത് ഇത് മറ്റേനേക്കാളും കുറച്ച് എന്താ പറയുന്ന റിസ്ക് ആണ്. പാരന്റ് ഓർ സിബ്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സഹോദരനോ അച്ഛനോ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കണ്ടീഷൻ എന്തായി നമുക്ക് വരാനായിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. ഇൻക്രീസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, ഉണ്ട് എന്നാണ് പറയുന്നത്.
മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞു. ഡയബറ്റീസ് എന്താണ്, ഡയബറ്റീസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, എങ്ങനെ പ്രിവെന്റ് ചെയ്യണം, പിന്നെ എന്താണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2 എന്നാണ് നമ്മൾ നോക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി തേർഡ് വൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഈസ് HIV ട്രാൻസ്മിറ്റഡ്? എങ്ങനെയാണ് HIV ട്രാൻസ്മിറ്റ് ആകുന്നത്? HIV എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലെ? അപ്പൊ HIV എന്നൊരു അസുഖമാണ് അല്ലെ? എങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തിലൊക്കെ ബാധിക്കുന്നത് HIV? അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. മെൻഷൻ എനി 3 ways ഓഫ് ഇൻഫെക്ഷൻ. എങ്ങനെയൊക്കെയാണ് HIV പകരുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് അഫക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. HIV transmitted through the exchange of specific bodily fluids, blood, semen, vaginal fluids, rectal fluids, or breast milk from an infected person. It is commonly passed during the unprotected sex, sharing needles, or from mother to unprotected sexual contact with the affected person. In India, the most common route of HIV transmission is through unprotected heterosexual sex from mother to newborn baby during the process of giving birth, using the same syringe that was used for affected person, organ transplantation of the affected person. മനസ്സിലായല്ലോ? വായിച്ചപ്പോൾ തന്നെ സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായി. HIV എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ബോഡിയിലുള്ള ഫ്ലൂയിഡ് കാരണം നമുക്ക് എന്ത് ചെയ്യാം? HIV പകരാന്നാണ് പറയുന്നത്. ബോഡിയിലുള്ള എന്തുകൊണ്ട് പകരാം? ഫ്ലൂയിഡ് കാരണം. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സ്രവങ്ങൾ. അത് എന്തൊക്കെ സ്രവങ്ങൾ അറിയാം? നമ്മൾ ബ്ലഡിലൂടെ പകരാം. സെമൻ അല്ലെ, നമുക്കറിയാലോ സെമൻ അല്ലെ, സ്പേം എന്നൊക്കെ പറഞ്ഞത് സെമനിലൂടെ പകരാം. വജൈനൽ ഫ്ലൂയിഡ്സ്, അതെ വജൈനൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വജൈനൽ ഫ്ലൂയിഡിലൂടെ പകരാം. റെക്ടൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? റെക്ടല് മലദോരത്തിലുള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ അവിടുത്തെ സ്രവങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പകരാം. ബ്രസ്റ്റ് മിൽക്ക്, അതായത് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിലൂടെ എന്ത് ചെയ്യാം? മുലപ്പാലിലൂടെയും പകരാം. ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ, അതായത് ഈ വ്യക്തിക്ക് എന്തുണ്ട്? HIV ഉണ്ട് എങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് എന്ത് ചെയ്യാം? സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യാം? പകരാം. അപ്പൊ ഇത് A എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തുണ്ട്? അസുഖമുണ്ട് എങ്കിൽ B എന്ന വ്യക്തി നോർമൽ പേഴ്സൺ ആയിരുന്നു, പക്ഷെ എയുമായിട്ട് എന്താണ് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ബിക്കും എന്ത് പകരാം? നമ്മുടെ HIV പകരാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്? ഷെയറിങ് നീഡിൽസ്, സിറിഞ്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പകരാം. അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് എന്ത് ചെയ്യാം? പകരാം. മനസ്സിലാവുന്നുണ്ടോ? അൺപ്രൊട്ടക്റ്റഡ് സെക്സ് എന്നാണ് പറയുന്നത്. അൺപ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ നമുക്ക് എന്ത് പകരാം? നമ്മുടെ HIV പകരാം. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? HIV എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്? ബോഡിയിലുള്ള ഫ്ലൂയിഡ് കാരണം നമുക്ക് എന്ത് പകരാം? HIV പകരാം. എന്തൊക്കെയാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? ബ്ലഡ് അല്ലെ, ബ്ലഡിലൂടെ, സെമനിലൂടെ, വജൈനൽ ഫ്ലൂയിഡിലൂടെ, റെക്ടൽ ഫ്ലൂയിഡ്, റെക്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്? മലദോരത്തിലൂടെ അല്ലെങ്കിൽ മലദോരത്തിന്റെ ഫ്ലൂയിഡിലൂടെ, അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മുലപ്പാലിലൂടെ, അതുപോലെ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഞാൻ പറഞ്ഞു ഒരു വ്യക്തിക്ക് ഉണ്ട് എങ്കിൽ മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? ആ വ്യക്തിയുമായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ, സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യാം? രോഗം പകരാനായിട്ട് വളരെ കൂടുതലാണ്. പിന്നെ എന്താണ്? അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, മദർ ടു എന്താണ്? ന്യൂ ബോൺ ബേബീസിലൊക്കെ എന്ത് ചെയ്യാം? പകരാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി എങ്ങനെയാണ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോണ്ടാക്ട് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് സെക്ഷൽ കോണ്ടാക്ട് വിത്ത് അഫക്റ്റഡ് പേഴ്സൺ ഇൻ ഇന്ത്യ മോസ്റ്റ് കോമൺ? ഇന്ത്യയിൽ എത്രത്തോളം HIV പേഷ്യൻസ് കൂടാൻ കാരണമെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? HIV ട്രാൻസ്മിഷൻ ത്രൂ അൺപ്രൊട്ടക്റ്റഡ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം. എങ്ങനെയാണ്? ഹെട്രോസെക്ഷൽ സെക്സ് എന്നാണ്. ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഭിന്നലിംഗക്കാരുമായിട്ടുള്ള ബന്ധത്തിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് പകരുന്നത്? ഈ ഒരു HIV പകരാനായിട്ട് കൂടുതലായിട്ട് ചാൻസ് വളരെയധികം കൂടുതൽ എന്ന് പറയുന്നത്. മനസ്സിലാവും? എങ്ങനെയാണ്? അൺപ്രൊട്ടക്റ്റഡ് ഹെട്രോസെക്ഷൽ സെക്സ്, ഭിന്നലിംഗക്കാരുമായിട്ടുള്ള എന്താണ്? സെക്സ് ലൈംഗിക ബന്ധത്തിലൂടെയൊക്കെ എന്ത് പകരുന്നുണ്ട്? HIV വളരെയധികം സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ആകുന്നുണ്ട്. മനസ്സിലായോ? ഒരുപാട് പേര് ഇപ്പൊ കണക്കിലൊക്കെ നമ്മുടെ സംസ്ഥാനം സ്റ്റേറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു? വളരെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം എന്താണ്? വളരെ ശ്രദ്ധിക്കാതെയും, അതുപോലെ അണുവിമുക്തമല്ലാത്ത സൂചി, അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയൊക്കെ എന്ത് പകരുന്നുണ്ട്? ഈ HIV എന്ന് പറയുന്ന മാരകമായ രോഗം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫെക്റ്റഡ് ആകുന്നുണ്ട്. പല പേഴ്സൺ ഫ്രം എന്താണ്? ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു അനദർ പേഴ്സൺ. ക്ലിയർ അല്ലേ? ഇനി ഫ്രം മദർ ടു ന്യൂ ബോൺ ബേബി ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത്. ജനിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ടെങ്കിൽ അത് ആർക്കും പകരും? ഓട്ടോമാറ്റിക്കലി എങ്ങനെ പകരും? കുഞ്ഞിനും എന്ത് ചെയ്യും? ഈ അസുഖം പകരും. ഇതാണ് മദർ ടു ന്യൂ ബോൺ ബേബി. യൂസിങ് ദ സെയിം സിറിഞ്ച് ദാറ്റ് വാസ് യൂസ്ഡ് ഫോർ അഫക്റ്റഡ് പേഴ്സൺ. ഈ വ്യക്തിക്ക് എന്തുണ്ട്? HIV ഉണ്ട്. അപ്പൊ ഈ വ്യക്തിക്ക് കൊടുത്ത സിറിഞ്ച് എടുത്തിട്ട് ഓർക്കാതെ ഈ വ്യക്തിക്ക് എന്ത് കൊടുത്തു? ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പകരാം?
ഈ വ്യക്തിക്ക് എന്തുണ്ടാകാം? അസുഖം ഉണ്ടാകാം. മനസ്സിലാവും? അതാണ് പറയുന്നത്. എങ്ങനെയാണ്? യൂസിങ് ദ സെയിം സിറിഞ്ച് ദാറ്റ് വാസ് യൂസ്ഡ് ഫോർ അഫക്റ്റഡ് പേഴ്സൺ. ഈ വ്യക്തിക്ക് ഒരു അസുഖം ഉണ്ട് എങ്കിൽ ഈ വ്യക്തിക്ക് കൊടുത്ത ആ സിറിഞ്ചിൽ കൂടെ മറ്റേ വ്യക്തിക്കും എന്ത് പകരാം? HIV പകരാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. ഇനി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ഒരു വ്യക്തിക്ക് എന്തുണ്ട്? അസുഖമുണ്ട്, HIV ഉണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ ശരീര അവയവങ്ങൾ നമുക്ക് ദാനം ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. കാരണം ആ അവയവം ദാനം ചെയ്ത് മറ്റേ വ്യക്തിക്ക് എന്തുണ്ടാകാം? അസുഖം. പക്ഷെ ഓർക്കാതെ ശരീര അവയവദാനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിലൂടെ എന്ത് പകരുന്നുണ്ട്? നമ്മുടെ സ്റ്റേറ്റിലായാലും നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് പകരുന്നുണ്ട്? HIV പകരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതാണ് പറഞ്ഞത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ദ അഫക്റ്റഡ് പേഴ്സൺ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനോ എന്താണ്? അഫക്റ്റഡ് പേഴ്സൺ ആണ്. അഫക്റ്റഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വ്യക്തിയിൽ നിന്ന് മറ്റേ വ്യക്തിയിലോട്ട് എന്ത് പകരുന്നുണ്ട്? ഈ ഒരു രോഗം പകരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ HIV യെ കുറിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചതാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മെൻഷൻ സിംറ്റംസ് ഓഫ് ദ ഡിസീസസ് ഗോണോറോഗിയ. എന്താണ് ഗോണോറോഗിയ? പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പേരൊക്കെ അയ്യോ എന്താണ് നമ്മൾ ചിന്തിക്കുക അല്ലെ? എന്താണ് ഗോണോറോഗിയ എന്ന് പറയുന്നത്? ഗോണോറോഗിയ ഈസ് എ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് that often involves urethra, vagina or penis, cervix, anus and throat as its target sites. A gonococcus bacteria, Neisseria gonorrhoeae, it grows and multiplies quickly in warm, moist areas of the body such as the cervix, rectum and mouth. Inflammation of mucous membrane in the urinogenital tract, burning sensation while passing out urine and urethral discharge, rectal discomfort, pain is the joints, rashes on palm, mild sore throat. It females it may be costly sterility. Okay, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അല്ലെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ 4, 9 എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളെ 5 ക്വസ്റ്റ്യൻ പഠിച്ചു. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ 1, 2, 3, 4 ഇല്ല അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പോവുകയാണെങ്കിൽ നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യനിലെത്തി? 9ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് എത്തി. അതായത് നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് എത്തി എന്നാണ്. അപ്പോൾ മെൻഷൻ സിംറ്റംസ് ഓഫ് ഡിസീസ് ഗോണോറോഗിയ. ഗോണോറോഗിയ എങ്ങനെയൊക്കെയാണ് പകരുന്നത്? സെക്ഷലി പകരുന്ന ഒരു അസുഖമാണ്. എന്തെന്ന് പറയുന്നതും ഈ ഗോണോറോഗിയ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് പകരുന്നത്? എവിടെയൊക്കെയാണ് ബാധിക്കുന്നത്? യുറേത്ര എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമ്മുടെ മൂത്രനാളി, വജേന, പെനിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെക്ഷൽ ലിംഗം എന്ന് പറയില്ലേ അവിടെ. സെർവിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗർഭാശയ മുഖം. അനസ് എന്ന് പറയുമ്പോൾ മലദോരം. പിന്നെ ത്രോട്ട്, തൊണ്ട, ഇവിടേക്ക് ഇങ്ങനെയുള്ള ടാർഗറ്റ് ആയിട്ടുള്ള സൈറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു രോഗമാണ് എന്ന് പറയുന്നത് ഗോണോറോഗിയ എന്ന് പറയുന്നത്. മനസ്സിലായി? ഗോണോറോഗിയ എന്ന് പറയുമ്പോൾ വളരെ എന്താണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. വളരെ എന്താണ് എങ്ങനെയൊക്കെയാ പറയുന്നത്? നമുക്ക് ഒട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെയാണ്. എങ്ങനെ? യുറേത്ര എന്ന് പറയുമ്പോൾ മൂത്രനാളി, അവിടെയൊക്കെ എന്താണ് വളരെ തിന്നായിട്ടുള്ള എന്താണ് സ്കിന്നാണുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള പോഷൻ വജൈന, നമ്മുടെ ലിംഗം അല്ലെങ്കിൽ പെനിസ് എന്ന് പറയുന്നത്, അതുപോലെ സെർവിക്സിലൊക്കെയാണ്, അനസിലൊക്കെയാണ് എന്ത് വരുന്നത്? ഈ ഒരു അസുഖം നമുക്ക് പകരുന്നത്. എന്താണ് ഈ ഒരു അസുഖം പകർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ പകരുന്ന ഏത് വഴിയിലൂടെയാണ് ചോദിച്ചാൽ ഗോണോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ വഴിയാണ്. എന്ത് വഴിയാണ്? ഗോണോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ. നിസീരിയ ഗോണോറോഗിയ. മനസ്സിലായോ? നിസീരിയ ഗോണോറോഗിയ. ഇറ്റ് ഗ്രോസ് ആൻഡ് മൾട്ടിപ്പിൾസ് ക്വിക്ലി ഇൻ വാം മോയ്സ്റ്റ്. ഇത് നമ്മളെ ചൂടുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ആകുകയാണ്. അതായത് നമ്മുടെ ഈ ഉറേത്രയിലൊക്കെ മൂത്രനാളിയിലെല്ലാം ചിലപ്പോൾ എന്താണ് അത്? എങ്ങനത്തെ കണ്ടീഷനാണ്? മോയ്സ്റ്റ് ഏരിയസ് ആണത്. ഇത് എങ്ങാണ്? മോയ്സ്റ്റ് ഏരിയാസ്, ചൂടുള്ള ഈർപ്പം നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ബാക്ടീരിയാസ് വളരെ ക്വിക്ലി ആയിട്ട് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആകുകയാണ്. മനസ്സിലായി? ബോഡിയിൽ അത് ഗ്രോത്ത് ആകുകയാണ്. ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത് വളരുകയാണ്. അങ്ങനെ ബോഡി എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് സച്ച് സെർവിക്സ് ആൻഡ് റെക്ടം ആൻഡ് മൗത്തിലൊക്കെ എന്ത് ചെയ്യാം? ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ അസുഖം നമുക്ക് പിടിപെടും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്? എങ്ങനെയാണ് പറഞ്ഞത്? ഗോണോറോഗിയ എന്ന് പറയുന്ന അസുഖം എങ്ങനെയാണ് പറയുന്നത്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആകുകയാണ്. പിന്നെ എന്താ പറയുന്നത്? ഇത് എവിടേക്കാണ്? യുറേത്ര എന്ന് പറയുന്നത് മൂത്രനാളി, അതുപോലെ വജേന, അതുപോലെ പെനിസ്, സെർവിക്സ്, അനസ്, ത്രോട്ട്, ഇങ്ങനെയുള്ള നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണ് അസുഖം എന്ത് ചെയ്യുന്നത്? പകരുന്നത്. ഇനി എങ്ങനെയാണ്? ഗോണോകോക്കസ് ബാക്ടീരിയ ആണ്. ഗോണോകോക്കസ് ബാക്ടീരിയ, നിസീരിയ ഗോണോറോഗിയ. ഇറ്റ് ഗ്രോസ് മൾട്ടിപ്പിൾസ് ആൻഡ് ക്വിക്ലി ഇൻ വാം മോയ്സ്റ്റ് ഏരിയസ്. ഇത് എങ്ങനത്തെ ഏരിയയിലാണ്? വാം മോയ്സ്റ്റ് ഏരിയാസിൽ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ആയിട്ട് ക്വിക്ലി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ആവുകയാണ്. അങ്ങനെ സ്പ്രെഡ് ആയിട്ട് ഈ അസുഖം എന്ത് ചെയ്യുന്നു? പകരുന്നുണ്ട്. മനസ്സിലായി? എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ഇൻ ദ യൂറിനോജെനിറ്റൽ ട്രാക്ട്. എങ്ങനെയാണെന്ന് പറയുന്നത്? വളരെ എന്താണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. കഫം അല്ലെങ്കിൽ പഴുപ്പ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോർഷനിൽ വളരെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഈ അസുഖം വന്നാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. പിന്നെ
ബേണിംഗ് സെൻസേഷൻ വൈൽ പാസിംഗ് ഓൺ യൂറിത്ര ഡിസ്ചാർജ്. അതായത് നമ്മൾ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ കത്തുന്ന വേദന ഉണ്ടാകും. കത്തുന്ന ഒരു വേദന എന്ന് പറഞ്ഞാൽ അസഹനീയമായ ഒരു വേദന. മൂത്രമൊഴിക്കുന്ന മൂത്രനാളിയിലെല്ലാം നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്, വളരെ ബേണിംഗ് ആയിട്ടുള്ള ഭയങ്കര എരിച്ചിലും പുകച്ചിലും എന്നൊക്കെ പറയുന്ന പോലെ ഒരു വേദനയും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ റെക്ടൽ ഡിസ്കംഫേർട്ട്, നമുക്ക് മലദൂരം ഉണ്ടല്ലോ റെക്ടൽ, അവിടെ നമുക്ക് ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മൾ മലമൂത്ര വിസർജനത്തിൽ പോകുമ്പോൾ ഒരു ഡിസ്കംഫേർട്ട്, നമുക്കത് വളരെ ബുദ്ധിമുട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പെയിൻ ഇൻ ദ ജോയിൻസ്, നമ്മുടെ ജോയിൻസിലൊക്കെ നമുക്ക് എന്തുണ്ടാക്കുന്നു, വളരെ വേദന അനുഭവപ്പെടുന്നു. റാഷസ് ഓൺ പാം, മൈൽഡ് സോർ ത്രോട്ട്, നമ്മുടെ കൈവെള്ളയിലും അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയിലൊക്കെ വേദന വരുന്നു. കൈവെള്ളയിലൊക്കെ റാഷസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പാടുകള് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഇൻ ഫീമെയിൽസ് ഇറ്റ് മേ കോസ് സ്റ്റെറിലിറ്റി. ഇനി ഫീമെയിൽസിലാണെങ്കിൽ എന്തിലോട്ട് നയിക്കും, വന്ധ്യതയിലോട്ട് നയിക്കും. അപ്പൊ ഇച്ചിരി സിവിയർ ആയിട്ടുള്ള അസുഖമാണേ അല്ലെ. അപ്പൊ എങ്ങനെയാ പറയുന്നത്, നമ്മുടെ ഗൊണോകോക്കസ് ബാക്ടീരിയ ആണ് എന്ത് പരത്തുന്നത്, ഗൊണോറോഗിയ പരത്തുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് പകരുന്നത്, സെർവിക്സിലും മലദോരത്തിലും യുറത്രയിലും അതുപോലെ തന്നെ വജേനയിലും പെനിസിലും ഒക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, പകരുന്നത് അല്ലെ. ഇത് ആരാ പകർത്തുന്നത്, എങ്ങനെയാണ് പകരുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗോണോകോക്സ് ബാക്ടീരിയ ആണ്. ഇത് വളരെ പെട്ടെന്ന് ക്വിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ആകുന്നുണ്ട്. വാം മോയിസ്റ്റ് ഏരിയാസിലൊക്കെയാണ്. എങ്ങനെയാണ്, വാം മോയിസ്റ്റ് ഏരിയാസിൽ വളരെ പെട്ടെന്ന് ഇത് കൂടുകയും അവിടെ എന്ത് സംഭവിക്കുകയാണ്, ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയാണ്. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ പഴുപ്പ് പോലെ കെട്ടി എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നെ ഭയങ്കര സെൻസേഷൻ ഉണ്ടാകും, നമുക്ക് കത്തുന്ന ഒരു ബേണിംഗ് ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ മലദോരത്തിലൊക്കെ നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നുണ്ട്. ജോയിൻസിലൊക്കെ വേദന ഉണ്ടാകുന്നുണ്ട്. കൈവെള്ളയിലെല്ലാം പാടുകളും ചുവന്ന തടുപ്പുകളും നമുക്ക് അനുഭവപ്പെടും. പിന്നെ തൊണ്ടവേദന ഉണ്ടാകാം. ഫീമെയിലാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം, സ്ത്രീകൾക്കാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, സ്റ്റെറിലിറ്റി എന്ന് പറയുമ്പോൾ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി അടുത്ത 10th ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ്, വാട്ട് ഡു യു മീൻ ബൈ ഫൈലേറിയസ്? എന്താണ് ഫൈലേറിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, diseases caused by worms, helminths, pathogen filary worms, mode of transmission, bites of mosquitoes, Aedes and Culex. Symptoms: fever, collection of endothelial cells and metabolism of the wall of lymph vessels. Swelling take place in certain part of the body, legs, breast and scrotum. Swelling of legs which appear as legs of elephant. So this disease also called elephantiasis. Prevention and cure: mesh doors and windows in the house of check entry of mosquitoes. Second one, the water collected in tank or other articles should be properly covered. Third one, sprinkling of kerosene in ditches. Fourth one, drugs may be administered. എന്താണ് നോക്കിക്കുക, ഫൈലേറിയസ്. എന്താണ് ഫൈലേറി? അതൊരു അസുഖമാണ്. എങ്ങനെയാണ്, ഡിസീസ് കോസ്ഡ് ബൈ വോംസ്. ഫൈലേറി ഹെൽമിസ് എന്ന് പറയുന്ന ഒരു വിര കാരണം ഉണ്ടാകുന്ന അസുഖമാണ് എന്ന് പറയുന്നത് ഫൈലേറിയസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഫൈലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഹെൽമിസ് എന്ന് പറയുന്ന ഒരു വിര കാരണം ഉണ്ടാകുന്ന അസുഖമാണ് എന്ന് പറയുന്നത് ഫൈലേറിയസ് എന്നാണ്. പാത്തോജൻ ആരാണ്? ഫൈലേറിയൻ ഫൈലേറിയുമായിട്ടുള്ള വോമാണ്. അതായത് വോമെന്ന് WORM എന്താണ്, വിര അല്ലെ. ഫൈലേറിയൻ വിര കാരണമാണ് നമുക്ക് എന്തുണ്ടാകുന്നതുകൊണ്ട്. എങ്ങനെയാണ് ഇത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ടാകുന്നത്, എങ്ങനെയാ പകരുന്നത്? ബൈറ്റ് ഓഫ് മോസ്കിറ്റോസ്, കൊതു കടിക്കുന്നത് മൂലം അല്ലെ. കൊതുകൾ നമ്മുടെ ശരീരത്തിലോട്ട് കടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അസുഖം വരുന്നത്. എങ്ങനെയാണ് കൊതു, ഏത് കൊതുവാണ്? ഈഡീസോ അതുപോലെ തന്നെ ക്യൂലിക്സോ ആയിട്ടുള്ള കൊതുകൾ നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ കടിക്കുന്നത് മൂലം നമുക്ക് എന്തുണ്ടാകുന്നു, ഫൈലേറിയസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകുന്നു. എന്താണ് അതിന്റെ സിംറ്റംസ്? കടുത്തമായ ഫീവറാണ് അല്ലെങ്കിൽ പനിയാണ്. പിന്നെ എന്താണ്, എൻഡോതെലിൻ സെൽസിനും മെറ്റബോൾസിലൊക്കെ ലിംബ് വെസൽസിലൊക്കെ എന്തുണ്ടാകുന്നു, ഒരു വീക്കം അനുഭവപ്പെടുന്നുണ്ട്. സ്വെല്ലിംഗ് ടേക്ക് പ്ലേസ് ഇൻ സെർട്ടൻ പാർട്ട് ഓഫ് ദ ബോഡി ലൈക്ക് ലെഗ്, നമ്മുടെ കാലില്, നമ്മുടെ ബ്രസ്റ്റില്, അതുപോലെ സ്ക്രോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, വൃഷണസഞ്ചി അല്ലെ. സ്ക്രോട്ടത്തില്, പുരുഷന്മാരുടെ സ്ക്രോട്ടത്തില് അല്ലെങ്കിൽ വൃഷണസഞ്ചിയില്, ബ്രസ്റ്റില്, ലെഗിലെല്ലാം സ്വെല്ലിംഗ് ഉണ്ടാകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? സ്വെല്ലിംഗ് ഒരു നമ്മൾ പറയുന്ന നീർക്കെട്ട് പോലെ വീക്കം എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. ഇനി സ്വെല്ലിംഗ് ഓഫ് ലെഗ് വിച്ച് അപ്പിയർ ആസ് ലെഗ് ഓഫ് എലിഫന്റ്. ചിലവർക്ക് കാലിലാണ് ഈ വീക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കാൽപാദം എന്ത് ചെയ്യുന്നുണ്ട്, നല്ല വീക്കം അനുഭവപ്പെടും. അതുകൊണ്ട് ഈ അസുഖത്തെ എന്ത് വിളിക്കുന്നു, ആനയുടെ കാല് പോലെ നമുക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് ഇതിനെ എലിഫന്റിയാസിസ് എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? എലിഫന്റിയാസിസ് എന്ന് വിളിക്കുന്നു. എന്ത് അസുഖം എന്നായിട്ട് വിളിക്കുന്നു? എലിഫന്റ്. ചിലപ്പോൾ ഒരു 1 മാർക്കിലൊക്കെ ചോദിക്കുക, എലിഫന്റിയാസിസ് എന്ന് അറിയപ്പെടുന്ന രോഗം എന്താണ്? ഫൈലേറിയസ് ആണ്. എന്താണ്? ഫൈലേറിയസ് ആണ് എന്തെന്ന് അറിയപ്പെടുന്ന എലിഫന്റിയാസിസ് എന്ന് അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ കാലിലെല്ലാം ഒരു വീക്കം അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ സ്ക്രോട്ടത്തില് അല്ലെങ്കിൽ വൃഷണസഞ്ചിയില്, ബ്രസ്റ്റില്, ലെഗിലൊക്കെ ഈ ഒരു വീക്കം അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ വീക്കം കൂടുതലായിട്ട് കാലിലാണ് അനുഭവപ്പെടുന്നത്. ചില പേഷ്യന്റ് കാലിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കാലിങ്ങനെ വീങ്ങി വരും
അല്ലെ? കാലിങ്ങനെ വീങ്ങി വരുമ്പോൾ നമ്മൾ ആ കാലിൽ വീങ്ങി വരുന്നതിന് എന്ത് വിളിക്കുന്നു? എലിഫന്റിയാസിസ് എന്ന് വിളിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എങ്ങനെയാ പ്രിവെൻഷൻ ചെയ്യുന്നത്? മേക്ക് ഡോർ ആൻഡ് വിൻഡോസ് ഇൻ ദ ഹൗസ് ഓഫ് ചെക്ക് എൻട്രി മോസ്കിറ്റോ. നമ്മൾ ചിന്തിക്കുക, എന്റെ വീടിനുള്ളിൽ എന്ത് ചെയ്യുക, കൊതുകൾ കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഡോറും ജനാലയും ഒക്കെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. എളുപ്പമുള്ള കാര്യമല്ലേ? ദ വാട്ടർ കളക്ടഡ് ഇൻ ടാങ്ക് അതർ ആർട്ടിക്കിൾ ഷുഡ് ബി പ്രോപ്പർലി കവേർഡ്. വെള്ളത്തിലൊന്നും ഇവ മുട്ട ഇട്ട് പെരുകാതിരിക്കാൻ വേണ്ടി എല്ലാം ഷുഡ് ബി കവേർഡ്. എല്ലാം നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക, കവർ ചെയ്ത് സൂക്ഷിക്കുക. ഇനി സ്പ്രിംഗ്ലിംഗ് ഓഫ് കെറോസിൻ ഡിച്ചസ്, അതായത് ചെറിയ ചെറിയ ചാലുകളിൽ കൊതു മുട്ടയിടാനായിട്ടുള്ള ചാൻസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കുറച്ച് കെറോസിൻ തെളിക്കുക. കെറോസിൻ എന്ന് പറയുമ്പോൾ എന്താണ്? മണ്ണെണ്ണ എന്ത് ചെയ്യുക, തെളിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ ചെറിയ വിടവുകളിലും ചാലുകളിലും ഒക്കെ മണ്ണെണ്ണ തെളിക്കുക. പ്രാക്സ്മി അഡ്മിനിസ്ട്രേറ്റർ, നമുക്ക് എന്തെങ്കിലും ആവശ്യം, നമുക്ക് ഇനി രോഗം മൂർച്ഛിക്കുകയാണെങ്കിൽ എന്തെടുത്തേ പറ്റൂ? മരുന്ന് നമ്മൾ എടുക്കുക, അതായത് മരുന്ന് കഴിക്കുക. മനസ്സിലായോ? അപ്പൊ ഡോറ് എന്ത് ചെയ്യുക, അടയ്ക്കുക. നമ്മുടെ മൊസ്കിറ്റോസിനെ കയറ്റാതെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. പിന്നെ നമ്മുടെ കുടിവെള്ളം അതുപോലെ മറ്റു സാധനങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്ത് സൂക്ഷിക്കുക. ഡിച്ചസിലൊക്കെ സ്പ്രിംഗ്ലിംഗ് ചെയ്യുക, എന്ത്? കെറോസിൻ. പിന്നെ മരുന്ന് എന്ത് ചെയ്യുക, എടുക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പാഠം തന്നെയാണ്. നമ്മൾ അന്ന് 5 ക്വസ്റ്റ്യൻ പഠിച്ചു. അതിന് തുടർച്ചയായിട്ട് 6, 7, 8, 9, 10, അതായത് 6, 7, 8, 9, 10 ഞാനത് 1, 2, 3 കൺസിഡർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് നമ്മുടെ ഈ ചാപ്റ്റർ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ നോക്കിയത് പേവിഷബാധ അല്ലെ റാബീസ് എങ്ങനെയാണ്, നമ്മുടെ എന്താണ് ഹെറിഡിറ്ററി ഡിസീസ് ആയ ഡയബറ്റീസ് എന്തൊക്കെയാണ്, ഫൈലേറിയസ് നമ്മൾ നോക്കി, HIV നമ്മൾ നോക്കി, ഗൊണോകോക്കസ് പരത്തുന്ന അല്ലെങ്കിൽ ഗൊണോറോഗിയ നമ്മൾ നോക്കി. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടുകൾ താല്പര്യമുള്ളവർ മെൻഷൻ ചെയ്യുക. അത് മാത്രമല്ല, നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ വിജയം നമുക്ക് ഉറപ്പാണ്. നമ്മൾ മടി കൂടാതെ മടിയെല്ലാം മാറ്റി വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് കിട്ടും? വിജയം കിട്ടും. അപ്പൊ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.